ഒരു വ്യക്തിയുടെ 17 പ്രാവശ്യം ദൈനംദിനം നൈരന്തര്യം ചോദിക്കുന്ന ചോദ്യം അല്ലാഹു സ്വീകരിച്ചു. ആ സ്വീകരിച്ചു എന്ന ദുആയുടെ സ്വീകാര്യതയാണ് അല്ലാഹു നമുക്ക് നൽകിയ പരിശുദ്ധ ഖുർആൻ. 113 ബാക്കി വരുന്ന അധ്യായങ്ങൾ. മനസ്സിലായോ? സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ അല്ലാഹുവിനോട് 17 പ്രാവശ്യം നിർബന്ധമായി ചോദിക്കുന്ന ഹിദായത്ത് ഞങ്ങൾക്ക് തരണേ, നേരായ മാർഗം ഞങ്ങൾക്ക് കാണിക്കണേ എന്ന് ചോദിക്കുന്ന ആ ചോദ്യത്തിന് ദുആക്ക് ഉത്തരം നൽകിക്കൊണ്ട് അല്ലാഹു നമുക്ക് തന്നതാണ് ഖുർആൻ. ഫാത്തിഹ കഴിഞ്ഞുള്ള 113 അധ്യായങ്ങൾ അതിന്റെ ഉത്തരമാണ്. അതുകൊണ്ടാണ് രണ്ടാമത്തെ അധ്യായത്തിൽ അല്ലാഹു പറഞ്ഞു, അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഒന്നാമത്തെ അധ്യായത്തിൽ അല്ലാഹുവിനോട് ചോദിക്കുന്നത് എന്താണ്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകണേ അല്ലാ, ഹിദായത്ത് തരണേ അല്ലാ, നേരായ പാത കാണിച്ചു തരണേ അല്ലാ, സൽസന്താവിലൂടെ നടന്നു പോകാൻ ഞങ്ങൾക്ക് പാത തെളിച്ചു തരണേ തമ്പുരാനെ എന്ന് അല്ലാഹുവിനോട് ദൈനംദിനം 17 പ്രാവശ്യം ചോദിച്ചപ്പോ അല്ലാഹു നമുക്ക് തന്ന ഉത്തരമാണ് അലിഫ് ലാം മീം ദാലികൽ കിതാബ്. ഈ വിശുദ്ധമായ ഗ്രന്ഥമുണ്ടല്ലോ, പുരാതന കാലത്തെ പ്രാകൃതന്റെ പുരോഗമന കാലത്തെ പരിഷ്കൃതന്റെ മനോമുഖരത്തിലെ പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടിയ ആഗോള സംസ്കാര സംശുദ്ധ സിദ്ധാന്തം വിളിച്ചോതിയ ലോകം ദാഹിച്ചുകൊണ്ടിരുന്ന വിമോചന സരണി ഇറാഖുരത്തിന്റെ അന്തരീക്ഷത്തെ കീറിമുറിച്ചുകൊണ്ട് റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുത്ത വിശുദ്ധമായ ഖുർആൻ. ഈ ഖുർആനാണ് നിങ്ങൾക്ക് അല്ലാഹു തന്ന ദുആക്കുള്ള ഉത്തരമെന്ന് അല്ലാഹു തന്നെ പറയുകയാ. ദാലികൽ കിതാബ്, ഈ കിതാബുണ്ടല്ലോ, ഈ വിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആനാണ് ഹുദൽ ലിൽ മുത്തഖീൻ. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ഹിദായത്ത് നൽകുന്നത്. അതേ 17 പ്രാവശ്യം ചോദിച്ചു മുസ്ലിം ചെറുപ്പക്കാരാ, അല്ലാഹു നിനക്കതാ ഉത്തരം തന്ന നിന്റെ കയ്യിലേക്ക് അല്ലാഹു തന്നതാ. ഇന്ന് പൊടിയടിക്കാതെ സെൽഫുകളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഖുർആൻ, വാപ്പ മരിക്കുമ്പോ മാത്രം എടുക്കുന്ന ഖുർആൻ, ഭർത്താവ് മരണപ്പെടുമ്പോ മാത്രം പൊടി തട്ടിയെടുക്കുന്ന ഖുർആൻ, പൊന്നുമക്കൾക്ക് വിഷമം വരുമ്പോ, പ്രിയപ്പെട്ടവർക്ക് സങ്കടം വരുമ്പോ ഓടിച്ചെന്ന് വാരിക്കോരി എടുത്ത് അതിനകത്തുള്ള സൂറത്ത് യാസീൻ ഓതിയിട്ട് സന്തോഷത്തിന് വേണ്ടിയിട്ട് സമാധാനത്തിന് വേണ്ടിയിട്ട് റബ്ബിനോട് ചോദിക്കുന്ന ഖുർആൻ ഉണ്ടല്ലോ. ഇന്ന് വരെ നിനക്ക് തുറന്നു നോക്കാനും മനസ്സില്ലാത്ത ഖുർആൻ, ഈ പരിശുദ്ധമായ ഖുർആൻ നിനക്ക് അല്ലാഹു തന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ്. അല്ലാഹു തന്ന നിനക്ക് നിന്റെ അല്ലാഹുവിനോട് ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരമാണ്. സഹോദരങ്ങളെ, ആ ഉത്തരമാകുന്ന ഖുർആൻ നമ്മുടെ കയ്യിൽ അല്ലാഹു തന്നു. ആ ഖുർആനാകുന്ന നമ്മൾ ചോദിച്ച ഹിദായത്ത് ചോദിച്ചപ്പോൾ അല്ലാഹു തന്നെങ്കിൽ ആ ചോദ്യം നമ്മൾ നിർത്തിയില്ലല്ലോ. ഇന്ന് ഇശാ നമസ്കാരത്തിനും ഈ കാസർഗോഡ് ജില്ലയുടെ തെക്കിലെ ജുമഅത്ത് പള്ളിയുടെ അകത്തളങ്ങളിൽ നമസ്കാരത്തിന് വേണ്ടി വന്ന ചെറുപ്പക്കാരാ, ആദ്യത്തെ 2 റക്അത്തിൽ ഖതീബ് ഓതിയല്ലോ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഹിദായത്ത് തരണേ അല്ലാ. എന്തേ വിശ്വാസി സമൂഹമേ, അല്ലാഹുവിനോട് ചോദിച്ചിട്ട് അല്ലാഹു തആല നിനക്ക് തന്നു എന്ന് പറഞ്ഞിട്ടും നീ വീണ്ടും എന്തേ ചോദിക്കുന്നത്? അല്ലാഹു തന്ന ഒന്നിനെ വീണ്ടും ചോദിക്കുന്നത് വീണ്ടും തരാനാണോ? അല്ല. എന്തിനാണ് വീണ്ടും ഹിദായത്ത് ചോദിക്കുന്നതെന്നറിയോ? അല്ലാഹു നിനക്ക് തന്ന ഹിദായത്താണ് പരിശുദ്ധ ഖുർആൻ. എവിടെ കത്തിക്കരിച്ചു കളഞ്ഞാൽ, എവിടെയെല്ലാം വികൃതമാക്കിയാൽ, ഏത് സ്ഥലങ്ങളിൽ അതിനെ പറ്റിയിട്ട് ആക്ഷേപിച്ചാലും എന്തൊക്കെ വിമർശിച്ചാലും, എന്റെ സഹോദരങ്ങളെ, നാസ്തികവാദികൾ നിരീശ്വരവാദികൾ ഖുർആനെ മുന്നിൽ വെച്ച് കളിയാക്കിയാലും ആക്ഷേപിച്ചാലും ഇല്ലടാ, വാരിയല് കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിന്റെ ഉള്ളവകളിൽ നിന്ന് ഖുർആൻ
അതിനെ എടുത്തു മാറ്റാൻ ലോകത്തൊരു വ്യക്തികൾക്കും കഴിയില്ല, ശക്തികൾക്കും കഴിയില്ല. ഒരു വിശ്വാസിയുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിലുള്ള ഒരു ഹൃദയത്തിന്റെ ഉള്ളറകളിലുള്ള തുടിപ്പാണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ അല്ലാഹു നമുക്ക് തന്നിട്ടും എന്തേ നമുക്ക് മതിയാകാത്തത്? അല്ലാഹുവേ, വീണ്ടും വീണ്ടും ഹിദായത്ത് ചോദിക്കുന്നത് എന്തിനെന്നറിയോ? ഒരിക്കലും തന്നത് പോരാത്തത് കൊണ്ടല്ല, അല്ലെങ്കിൽ തന്നത് വീണ്ടും വീണ്ടും ചോദിച്ചു വാങ്ങാനുള്ളത് കൊണ്ടല്ല. പിന്നെ എന്തിനെന്നറിയോ സഹോദരാ? അല്ലാഹു നമുക്ക് തന്ന ഹിദായത്തുണ്ടല്ലോ. നൂഹ് നബി അലൈഹിസ്സലാം എന്ന ശൈഖുൽ അംബിയാ, അംബിയാക്കളുടെ ശൈഖ് എന്ന് അറിയപ്പെടുന്ന നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് കൊടുക്കാത്ത ഹിദായത്തുണ്ടല്ലോ. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് കൊടുക്കാത്ത ഹിദായത്തുണ്ടല്ലോ. ആസിയാ ബീവി എന്ന പ്രിയപ്പെട്ടവരുടെ മാരണത്തിന്റെ സുഗന്ധം ഏറ്റുവാക്കിയ, രാത്രികളെ ധന്യമാക്കി മാറ്റിയ സാക്ഷാൽ ഫറോവയ്ക്ക് കൊടുക്കാത്ത ഹിദായത്ത് എന്തിനേറെ മനുഷ്യനാഗരികതയുടെ പ്രപിതാമകൻ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹീം അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട ഉപ്പാക്കല്ല കൊടുക്കാത്ത ഹിദായത്ത് എന്തിനേറെ കാരുണ്യത്തിന്റെ തിരുദൂതരെ, മക്കയുടെ രാജാവേ, എന്റെയും നിങ്ങളുടെയും കൽബിന്റെ ജേതാവേ, നമ്മുടെ കണ്ണിലെ കൃഷ്ണമണിയെ, ഹൃദയത്തിന്റെ തുടിപ്പേ, നമ്മുടെ വികാരമേ, നമ്മുടെ രോമാഞ്ചമേ, നമ്മുടെ കരളേ, നമ്മുടെ കടമേ, നമ്മുടെ കൃഷ്ണമണിയെ, ലോകത്തിന്റെ മുത്തേ, ആമിനയുടെ പൊന്നുമോനെ, അബ്ദുള്ളയുടെ തങ്കക്കുടമേ, റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൂത്താപ്പയ്ക്കല്ല കൊടുക്കാത്ത ഹിദായത്ത് കേരള സംസ്ഥാനത്തിലെ കാസർഗോഡ് ജില്ലയിലെ തെക്കിലെന്ന് പറയുന്ന പ്രദേശത്തുള്ള ആണുങ്ങളെ, പെണ്ണുങ്ങളെ, നിങ്ങൾക്കല്ല തന്നിട്ടുണ്ടെങ്കിൽ ആ 17 പ്രാവശ്യം ചോദിച്ചിട്ടും അല്ലാഹുൽ കിതാബ് ഹുദൽ മുത്തഖീൻ, ഇത് അല്ലാഹു നിങ്ങൾക്ക് തന്ന ഹിദായത്തിന്റെ മാർഗമാണെന്ന് പറഞ്ഞിട്ടും വീണ്ടും വീണ്ടും ചോദിക്കുന്നത് ഈ തന്ന ഹിദായത്ത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാ, ഈ ഹിദായത്ത് കൈമോശം വന്നു പോകാതിരിക്കാനാ, ഈ ഹിദായത്ത് മിസ്സാകാതിരിക്കാനാ, ഈ ഹിദായത്ത് കൈവെള്ളയിൽ നിന്ന് തെറിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാ. അതുകൊണ്ട് ചോദിച്ചോ, ഓരോ ദിവസവും നിർബന്ധമായി 17 തവണയും ഐശികമായിട്ട് അതിലധികവും റബ്ബിനോട് ചോദിക്കുന്ന ഹിദായത്ത് എന്തിനെന്നറിയോ? അത് അല്ലാഹു തന്നത് അല്ല തിരിച്ചെടുക്കാതിരിക്കാൻ വേണ്ടിയാ, നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയാ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഒരു ദുആ പഠിപ്പിച്ചു. എന്താണെന്നറിയോ? റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا لا تزغ قلوبنا بعد إذ هديتنا. അല്ലാഹുവേ, ഹിദായത്ത് തന്നതിന് ശേഷം എന്റെ ഈമാനെ തിരിച്ചെടുക്കല്ലേ അല്ലാ. ഹിദായത്ത് എനിക്ക് തന്നിട്ട് നീ അതിനെ മടക്കിയെടുക്കല്ലേ അല്ലാ. വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, നിന്നിൽ നിന്ന് എനിക്ക് ഗിഫ്റ്റായി ഒരു സമ്മാനമായി നീ എനിക്ക് അല്ലാഹുവേ കാരുണ്യം ചൊരിയണേ അല്ലാ. ഇന്നക അൻതൽ വഹാബ്, നീയാണ് ഏറ്റവും നല്ല ഗിഫ്റ്റ് കൊടുക്കുന്നവൻ. ഏതാ കാസർഗോഡ് ജില്ലക്കാരാ പടച്ചവൻ തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേരളത്തിലെ ഏറ്റവും വലിയ രമ്യഹർമ്മങ്ങളുള്ളത് കാസർഗോഡ് ജില്ലയിലാ. കോടീശ്വരന്മാര് ധാരാളം താമസിക്കുന്നത് കാസർഗോഡ് ജില്ലയിലാ. കല്യാണത്തിന്റെ ആർഭാടങ്ങൾ കൂടുതൽ നടക്കുന്നത് കാസർഗോഡ് ജില്ലയിലാ. ഏറ്റവും കൂടുതൽ വഴവ് നടക്കുന്നതും കാസർഗോഡ് ജില്ലയിലാ. പക്ഷേ നിങ്ങൾക്ക് അല്ലാഹു തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ഏതാണ്? നല്ല മണിമാളികയാണോ? സുന്ദരിയായ ഭാര്യയാണോ? മുറ്റത്തോടി കളിക്കുന്ന മക്കളാണോ? വില കൂടിയ വാഹനങ്ങളാണോ? ഒന്നുമല്ല. അല്ലാഹു തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ഇന്നക അൻതൽ വഹാബ്, നീയാണ് ഗിഫ്റ്റ് കൊടുക്കുന്നവൻ, നീയാണ് സമ്മാനം കൊടുക്കുന്നവൻ, നീയാണ് ഹിബത്ത് കൊടുക്കുന്നവൻ, നീയാണ് ഏറ്റവും വലിയ സമ്മാനം നൽകുന്നവനെന്ന് പടച്ചവനോട് പറയുമ്പോ ആ സമ്മാനം ഏതാണ്? അല്ല തന്ന ഹിദായത്താ. ആലോചിക്ക് സഹോദരങ്ങളെ, കോടാനകോടി സ്വത്തുള്ള ആളുകൾ നമ്മളെ പോലെ ഹിദായത്തില്ലെങ്കിൽ അവർ എന്തർത്ഥമുണ്ട്? അവരുടെ ജീവിതത്തിൽ അധികാരമുണ്ട്,
സ്ഥലമുണ്ട്, സമ്പത്തുണ്ട്, ആൽബലമുണ്ട്, ഒരുപാട് സൗകര്യങ്ങളുണ്ട്. പക്ഷേ റൂഹങ്ങ് പിരിഞ്ഞു പോയാ ഈ തെക്കിലെന്ന് പറയുന്ന പ്രദേശത്ത് ചുമടെടുക്കുന്ന പാവപ്പെട്ടവന്റെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ ഒരു മുട്ടിയുടെ വലിപ്പത്തിൽ അല്ലാഹു നൽകിയ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ ഹിദായത്ത് അല്ലാഹു കൊടുത്ത ഈ ലോകം മുഴുവനെ കീഴടക്കുന്നതിനേക്കാൾ സർവ്വലോകത്തെയും പിടിച്ചെടുക്കുന്നതിനേക്കാൾ അഭികാമ്യം അവൻ അല്ലാഹു കൊടുത്ത ഹിദായത്താണെങ്കിൽ അധികാരം നമുക്കെന്തിനാ, സമ്പത്ത് നമുക്കെന്തിനാ, സൗകര്യങ്ങൾ നമുക്കെന്തിനാ? നമുക്ക് അല്ലാഹു തന്ന ഏറ്റവും വലിയ നിഅമത്തേതാ? മുസ്ലിമേ, കൈവെള്ളയിൽ സൂക്ഷിച്ചു വെച്ചോ, ആരും കുത്തിക്കൊണ്ടുപോകാതെ കാത്തുവെച്ചോ, തസ്കരന്മാര് മോഷ്ടിച്ചു കൊണ്ടുപോകാതെ, പിടിച്ചു പറിക്കാരന്മാര്, വഞ്ചകന്മാര്, ചതിയന്മാര് നമ്മളിൽ നിന്ന് പിടിച്ചു പറിച്ചു വലിച്ചു കൊണ്ടുപോകാതെ അല്ലാഹു തന്ന ഹിദായത്തിനെ പൊന്നുപോലെ സൂക്ഷിച്ചോ. അതുകൊണ്ടാണ് 17 പ്രാവശ്യം വീണ്ടും നമ്മൾ ചോദിക്കുന്നത് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. അല്ലാഹുവേ, നീ ഹിദായത്ത് വീണ്ടും വീണ്ടും തരണേ അല്ലാ എന്ന് പറഞ്ഞാൽ എന്റെ സഹോദരങ്ങളെ, അല്ലാഹു ഖുർആൻ അല്ലാത്തൊരു ഹിദായത്ത് തരാൻ വേണ്ടിയിട്ടല്ല, ഖുർആൻ തന്നെയാണ് ഹിദായത്ത്. സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ ആദ്യത്തെ അധ്യായത്തിന്റെ പേര് സൂറത്തുൽ ബഖറ. ആദ്യത്തെ അധ്യായം എന്ന് ഞാൻ പറഞ്ഞത് ആമുഖം കഴിഞ്ഞാൽ ഏതൊരു ബുക്സിനും ഏതൊരു ടെക്സ്റ്റിനും ആമുഖം ഉണ്ടാവും. അതാണ് ഫാത്തിഹ, ആമുഖം. അതിനകത്ത് എന്തൊക്കെയുണ്ടോ ആമുഖത്തിൽ ഉണ്ടാവും. ഈ ബുക്കിൽ എന്തൊക്കെ പരാമർശിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആമുഖം എഴുതും. അതാണ് സൂറത്തുൽ ഫാത്തിഹ. ഒരാൾക്ക് ആ ബുക്കിനകത്ത് മൊത്തം വായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആമുഖം വായിക്കുമ്പോൾ അറിയാം ഇതിനകത്ത് എന്തൊക്കെ ഉള്ളതെന്ന്. അപ്പൊ ആമുഖമാണ് ഫാത്തിഹ. അത് കഴിഞ്ഞാൽ ആദ്യത്തെ അധ്യായം എന്ന് പറയുന്നത് ബഖറയാണ്. ഈ ബഖറ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? പറയ്, ബഖറ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? പശു. കാസർഗോഡ് ജില്ലയിലെ പശു മൃഗമല്ലേ? മൃഗമാണല്ലോ. ഉത്തരേന്ത്യയിൽ അത് മനുഷ്യനേക്കാൾ വിലപിടിപ്പുള്ള സാധനമാണ്. അത് പോട്ടെ, നമ്മുടെ വിഷയം അതല്ല. അപ്പൊ കാസർഗോഡ് ജില്ലയിലും എവിടെയൊക്കെ മനുഷ്യരുണ്ടോ അവിടെയൊക്കെ പശു മൃഗമാണ്. എവിടെയൊക്കെ മൃഗങ്ങളുണ്ടോ അവിടെ പശു മനുഷ്യനേക്കാൾ വിലപിടിപ്പുള്ളതാണ്. പോട്ടെ, അപ്പൊ നമ്മുടെ ഇടയിൽ ബഖറ എന്ന് പറഞ്ഞ പശു, അത് മൃഗമാണ്. ഏറ്റവും അവസാനത്തെ അധ്യായത്തിന്റെ പേരെന്താ? അർത്ഥം എന്താ? മനുഷ്യൻ. അപ്പൊ മൃഗത്തിൽ തുടങ്ങി മനുഷ്യനിൽ അവസാനിക്കുന്ന അധ്യായങ്ങൾ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? മൃഗീയതയിൽ നിന്ന് മനുഷ്യത്വത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്ന ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ. അപ്പൊ നമുക്ക് അല്ലാഹു ഹിദായത്ത് തന്നു എന്ന് പറഞ്ഞാൽ ഖുർആൻ മാത്രം മതി നമുക്ക് ജീവിക്കാൻ. ഖുർആൻ മാത്രം മതി. എങ്ങനെ ഞാൻ ഇവിടെ പ്രസംഗിക്കണമെന്ന് ഖുർആനകത്തുണ്ട്. ഞാൻ എങ്ങനെ വാഹനം ഓടിക്കണമെന്ന് ഖുർആനകത്തുണ്ട്. ഞാൻ എങ്ങനെ കഴിക്കണമെന്ന് ഖുർആനകത്തുണ്ട്. ഞാൻ എങ്ങനെ ഇണചേരണമെന്ന് ഖുർആനകത്തുണ്ട്. ഞാൻ എങ്ങനെ ഉടുക്കണം, ഞാൻ എങ്ങനെ നടക്കണം, ഞാൻ എങ്ങനെ ചിരിക്കണം, ഞാൻ എങ്ങനെ കരയണം. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ A to Z വിശുദ്ധമായ ഖുർആനകത്ത് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടുപിടിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും നമ്മുടെ ബുദ്ധി വികസിക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം. ബുദ്ധി വികസിക്കാത്തതിന് നമ്മൾ എന്ത് ചെയ്യാനാ? അപ്പോ വിശുദ്ധ ഖുർആൻ മുറുകെ പിടിക്കുന്ന ഒരാൾക്ക് വേറെ ഒന്നും വേണ്ട. അൽഹംദുലില്ലാ, അവന്റെ ജീവിതത്തിൽ അവന് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഹിദായത്ത്. അതാണ് വിശുദ്ധ ഖുർആൻ. ഇനി ഞാൻ പറയുന്ന ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഹിദായത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഹിദായത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളെ ശ്രദ്ധിച്ച് കേൾക്കണം. 4 ഹിദായത്തുണ്ട്. 4 ഹിദായത്തുണ്ട്. ഞാൻ പറയാൻ പോകുന്ന വിഷയം ആമുഖമായി ഒന്ന് പറഞ്ഞുതരാം. 4 സൈസ് ഹിദായത്തുണ്ട്. അതൊന്ന് മനസ്സിലാക്കണം. എന്നിട്ട് ഈ ഹിദായത്ത് അല്ലാഹു ഒരാൾക്ക് കൊടുത്താൽ ഉണ്ടാകുന്ന അവന്റെ ചില അടയാളങ്ങൾ, റിയാക്ഷൻ, അവൻ പ്രതിഫലിപ്പിക്കുന്ന അല്ലെങ്കിൽ അവന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ചില കാര്യങ്ങൾ, ഇത് രണ്ടും പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് സന്തോഷമായി ദുആ ചെയ്ത് പിരിയാം. 10:30 മണിക്ക് അവസാനിപ്പിക്കും. അല്ല 9 മണിക്കല്ലേ തുടങ്ങി. 10:45 പ്രസംഗം തീർന്ന് 11 മണിക്ക് ദുആയോടുകൂടി തീരും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്താണ് ഹിദായത്ത്? എന്താണ് ഹിദായത്ത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹിദായത്ത് എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് പറഞ്ഞാൽ അല്ലാഹു സർവ്വ ജീവികളെയും സൃഷ്ടിച്ചതിന് ശേഷം ആ സൃഷ്ടികൾ എങ്ങനെ ജീവിക്കണം,
എങ്ങനെ ജീവിക്കണം എന്ന് വളരെ വ്യക്തമായി കാണിച്ചു കൊടുത്ത ഒരു സംവിധാനത്തിലാണ് ഹിദായത്ത് എന്ന് പറയുന്നത്. ഒരു സൃഷ്ടിയെ അല്ലാഹു പടച്ചു. അത് മനുഷ്യനാകാം, മൃഗമാകാം, എന്തുവാണോ ആകാം. ഇപ്പൊ നമുക്ക് മനുഷ്യന്റെ കാര്യം പറയാം. അള്ളാഹു നമുക്ക് ജീവൻ നൽകി, പിന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് നമുക്ക് കാണിച്ചു തന്നു. അതിനാണ് ഹിദായത്ത് എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു ത്വാഹയിൽ നമുക്ക് കാണാം, അല്ലാഹു പറയുന്നുണ്ട്, റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. നമ്മുടെ പടച്ചവനാരെന്നറിയോ? റബ്ബുന, നമ്മുടെ അല്ലാഹു ആരാണ്? അല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖ, എല്ലാവരെയും പടച്ചവനാണ്, എല്ലാത്തിനെയും പടച്ചവനാണ്. എന്നിട്ടോ അല്ലാഹു ചെയ്തതെന്താണ്? സുമ്മ ഹദാ, പിന്നെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തു. ആ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തതിനാണ് ഹിദായത്ത് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാരെയും പടച്ചു. എന്നിട്ട് ഇനി എന്ത് ചെയ്യണം എന്ന് അള്ളാഹു പറഞ്ഞു കൊടുത്ത ആ ഒരു പറച്ചിലുണ്ടല്ലോ, ആ ഒരു പ്രക്രിയ, അതിന് പറയുന്നതാണ് ഹിദായത്ത്. ഹിദായത്ത് 4 സൈസ് ഉണ്ട്. ഒന്ന് ഹിദായത്തുൽ ഫിത്രിയ എന്നാണ് അതിന് പറയുക. ഹിദായത്തുൽ ഫിത്രിയ എന്ന് ഉണ്ടോ? ഹിദായത്തുൽ ഫിത്രിയ. ഞാൻ അത് കൂടുതൽ പറയില്ല, അത് പഠന ക്ലാസ് മോഡലായി പോയി. എല്ലാവർക്കും കാസർഗോഡ് ജില്ലയിലെ വാഴെന്ന് പറഞ്ഞാൽ മരണം, ഖബർ, സിറാത്ത്, കാതില് ചെവിയില് കയ്യും വെച്ച് നോൺ സ്റ്റോപ്പ് 2 മണിക്കൂർ അങ്ങോട്ട് തകർത്തെറിഞ്ഞാൽ പ്രസംഗം ഉഷാറായി. നിങ്ങളെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട. എന്തെങ്കിലും ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് നിങ്ങളോട് പ്രസംഗിക്കുമ്പോ നിങ്ങൾ അതിൽ നിന്ന് ആരെങ്കിലും ഒരാൾ പഠിച്ചിട്ട് ഒന്നുകിലും ഞാൻ അമൽ ചെയ്യണം, ഇല്ലെങ്കിൽ പറയിപ്പിച്ച സംഘാടകർ അമൽ ചെയ്യണം, ഇല്ലെങ്കിൽ കേട്ട് നിങ്ങൾ അമൽ ചെയ്യണം. ഇത് 3 കൂട്ടരും അമൽ ചെയ്യാതെ കുറെ വാഹനങ്ങൾ ബ്ലോക്കായി, ഭയങ്കര ബഹളമായി, പിരിവാണെങ്കിൽ ലക്ഷങ്ങൾ വന്ന് കുമിഞ്ഞ് അവസാന കൈ വെളിയിലോട്ട് ഉസ്താദ് എടുത്ത് ഇട്ടുകൊടുക്കാൻ എല്ലാരും മുത്തിയിട്ട് പോവാ ബറക്കത്തെടുത്തിട്ട്. അങ്ങനെയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് പോകുമ്പോ രാവിലെ പുലർച്ചെ 1 മണി 2 മണിയായി വീട്ടിലേക്ക് എത്തിയപ്പോ അത്രയും ബ്ലോക്കായി. നമ്മൾ പറയുന്നത് എന്താണ്? ഇന്നത്തെ വഴല് അത് വിജയവും അതുപോലെ തന്നെ ഭയങ്കര സംഭവമായി. പക്ഷേ അതിൽ ആരെങ്കിലും ഒരാൾ അമല് ചെയ്താൽ വിജയിച്ചു. അമല് ചെയ്യാത്തിടത്തോളം അതിൽ വിജയം എന്ന് പറയാൻ പറ്റില്ല. ആളുകൾ കുറച്ചേ വന്നോളൂ. അന്തിക്കടയിൽ ആള് കൂടിയതുപോലെ കുറച്ച് ആള് വന്നു. പക്ഷെ അവർ എല്ലാവരും ഉൾക്കൊണ്ട് അതിനെ കേട്ടു. അവരെ അമല് ചെയ്യാൻ തീരുമാനിച്ചാൽ അതിന്റെ പേരും വിജയമെന്നാണ്. അള്ളാഹു വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു നമുക്ക് പറയുന്നത് പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. പറയാൻ എളുപ്പമാണ്, കേൾക്കാനും ഒരു കുഴപ്പം 5 പൈസ ചെലവില്ല. പക്ഷേ ജീവിതത്തിൽ അമല് ചെയ്യാൻ വളരെ പ്രയാസമാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഹിദായത്ത് 4 സൈസ് ഉണ്ട്. ഞാൻ 5 മിനിറ്റ് കൊണ്ട് അത് മാത്രം അങ്ങ് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. അല്ലാതെ അത് പറഞ്ഞുകൊണ്ടിരുന്ന കാസർഗോഡ് ജില്ലക്കാർക്ക് ഇഷ്ടപ്പെടൂലേ. ജനങ്ങൾക്ക് 5 ലിന്നാസ മനാജുലവും, ജനങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ഇട്ട് കൊടുക്കണം. ഹിദായത്തുൽ ഫിത്രിയ എന്ന് പറഞ്ഞാൽ ജന്മവാസന മാർഗദർശനം എന്നാണ് അതിന്റെ അർത്ഥം. ജന്മനാ നമുക്ക് ഹിദായത്ത് അല്ലാഹു തന്നിട്ടുണ്ട്. ഭാര്യ പ്രസവിച്ചു, പള്ളിയിലെ ഉസ്താദ് വന്നിട്ട് കുഞ്ഞിനോട് പറയണ്ട, അത് നിന്റെ ഉമ്മയാണ്, ആ ഉമ്മയുടെ നെഞ്ചിൽ നിന്ന് സ്തനപാനം ചെയ്യണം, എങ്കിലേ നിനക്ക് ആരോഗ്യം ഉണ്ടാവുകയുള്ളൂ, അതുകൊണ്ട് മുലപ്പാല് കുടിച്ചു എന്ന് പള്ളിയിലെ ഖാദി, മഹലിലെ ഖാദി എന്ന് പറയുന്നു വേണ്ട. ഈ പെണ്ണിന്റെ ഭർത്താവ് കുട്ടിയുടെ വാപ്പയും എന്ന് പറയണ്ട. പിന്നെന്താ? ആ കുഞ്ഞിനെ സിസ്റ്റർമാരെടുത്ത് ഉമ്മയുടെ മദറിന്റെ കയ്യിലേക്ക് കൊടുത്ത് ആ ഉമ്മ ചാച്ചൊന്ന് നെഞ്ചത്തേക്ക് കിടത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായി ആ കുട്ടി ചുണ്ട് വിടർത്തി ആ പാല് കൃത്യമായി കുടിച്ചിരിക്കും. ഇതിന് ജന്മവാസന എന്നാണ് പറയാ. ഇതും ഒരു ഹിദായത്താണ്. ഇത് ആരും പറഞ്ഞു കൊടുക്കേണ്ട ഹിദായത്തല്ല. ഇത് അള്ളാഹു തോന്നിപ്പിക്കും. ഒരു നീർനായെ കുറെ ശാസ്ത്രജ്ഞന്മാർ എന്ത് ചെയ്തെന്നറിയോ? 3 വർഷം വെള്ളം കാണിക്കാതെ വളർത്തി. ഒരു നീർനായെ 3 കൊല്ലം വെള്ളം കാണിക്കാതെ വളർത്തി. 3 കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു ജലാശയത്തിന്റെ മുന്നിൽ കൊണ്ടുപോയി നീർനായെ നോക്കുമ്പോൾ ഒരു മത്സ്യം ആ ജലാശയത്തിൽ പൊങ്ങി വരുന്നു. നീർനായ എടുത്ത് ചാടി അതിനെ പിടിച്ചു. അപ്പോഴേ ആരെങ്കിലും പറഞ്ഞു കൊടുത്തോ? ഇല്ല. എന്റെ സഹോദരങ്ങളെ, ഇത് ജന്മവാസനയാണ്. ഇതൊക്കെ അല്ലാഹു തആല ജനിക്കുമ്പോ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായി തരുന്ന ഫിത്രിയായ ഹിദായത്താണ്. ഇതിൽ പിന്നെ വേറെ വിശദീകരണങ്ങളുടെ ആവശ്യമില്ല. ഇനി രണ്ടാമതൊരു ഹിദായത്തുണ്ട്. ഏതെന്നറിയോ?
അത് ഹിദായത്തുൽ ഹവാസ് എന്നാണ് പറയാ, പഞ്ചേന്ദ്രിയ മാർഗദർശനം എന്ന് പറഞ്ഞാൽ ചൂടുള്ള ഒരു വെള്ളത്തില് നമ്മളെ വിരലിട്ട് കൊടുത്താൽ ആ വിരൽ പൊക്ക് പോനെ എന്ന് കുഞ്ഞിനോട് പറയണ്ട, ചൂടടിക്കുമ്പോ കൈ വലിച്ചോളൂ. അതാരും പറഞ്ഞു കൊടുക്കണ്ട. കുട്ടി ചൂട് വെള്ളത്തില് ആ കുട്ടിക്ക് അറിയില്ല ഇത് ചൂട് വെള്ളമാണ്, ഇത് പ്രശ്നമാണ് എന്നൊന്നും അറിയില്ല. പക്ഷെ ആ കുട്ടി വിരല് ആ ചൂട് വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ വിരല് വേദനിക്കുമ്പോ കുട്ടി ആരും പറഞ്ഞു കൊടുക്കാതെ കൈ വലിച്ചോളും. ഇല്ലേ? അങ്ങനല്ലേ? അത് മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കുന്ന കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ ചൂട് നമുക്ക് അറിഞ്ഞൂടാ എന്നാണെങ്കിൽ ഈ ചൂട് നമുക്ക് അറിയില്ല. പഞ്ചേന്ദ്രിയങ്ങൾ എന്താണ്? കണ്ടറിവ്, കൊണ്ടറിവ്, മണത്തറിവ്, രുചിച്ചറിവ്, കേട്ടറിവ്, ഇതാണല്ലോ പഞ്ചേന്ദ്രിയങ്ങൾ. അപ്പൊ ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു അറിവുണ്ട്. ഒരു മനുഷ്യന് ചൂട് അവന്റെ സ്പർശന ശേഷിക്ക്, അല്ലെങ്കിൽ അവന്റെ ഒരു മനുഷ്യനെ തൊട്ടാൽ അവൻ അറിയാത്തൊരവസ്ഥയാണെങ്കിൽ കൈ തീയിൽ അകപ്പെട്ടു പോയാൽ വെന്ത് തീരുന്നത് അവൻ അറിയൂല. കൈ തീയിലായി പോയി, ചൂടടിക്കുമ്പോഴാണ് കൈ വലിക്കുന്നത്. യവനി തിരിച്ചറിവില്ലാതെ അള്ളാഹു സൃഷ്ടിച്ചാൽ എന്ത് ചെയ്യും? കൈ തീയിൽ കിടക്കും, വെന്ത് തീരുമ്പോഴേ അവൻ അറിയുള്ളൂ, അവന്റെ കൈ മുഴുവനും വെന്തു പോകും. അല്ലേ? ഇതൊരിക്കലും അങ്ങനെ സംഭവിക്കാൻ പറ്റുമോ? ഇല്ല. ഇത് അള്ളാഹു പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അള്ളാഹു കൊടുക്കുന്നതാണ്. മണത്തറിയാനുള്ള ഒരു കഴിവ്. ഇപ്പൊ കോവിഡ് വന്നപ്പോ എല്ലാരും പറയുന്നത് എന്താ? അടയാളം എന്താണ്? വല്ല മണം ഉണ്ടോ? ഒരു മണോ ഇല്ല. അപ്പൊ നിനക്ക് കോവിഡ്. അപ്പൊ നിനക്ക് കോവിഡാ? എന്ത് കോവിഡാ സഹോദരങ്ങളെ, എന്ത് കോവിഡാ? ആരെയാ മണ്ടന്മാരാക്കുന്നത്? നിങ്ങൾക്ക് ഉൾക്കൊള്ളാതിരിക്കാം. ലോകാരോഗ്യ സംഘടനയുടെ മുമ്പിൽ 17,000-ഓളം വരുന്ന ഡോക്ടർമാര് ഏകസ്വരത്തിൽ പറഞ്ഞു, ഇനിയും ജനങ്ങളെ പൊട്ടന്മാരാക്കാൻ ഞങ്ങൾക്ക് വയ്യ, അതുകൊണ്ട് കോവിഡിന്റെ പേരിൽ ജനങ്ങളെ പൊട്ടന്മാരാക്കരുതെന്ന് പറഞ്ഞപ്പോൾ ലോകാരോഗ്യ സംഘടന പറഞ്ഞു, ഈ കൊല്ലത്തിന്റെ പാതിയോടുകൂടി ഈ കോവിഡ് പമ്പ കടക്കുമെന്ന് പറഞ്ഞു. ഈ കോവിഡ് പറന്നുയരും, ഇനി അങ്ങനെ സംവിധാനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഇന്ന് രാവിലത്തെ വാർത്തകളിൽ കാണുന്നത് എന്താണെന്നറിയോ? 2022 ജൂൺ മാസം 22-ാം തീയതി തുടങ്ങി ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, 2022 ഒക്ടോബർ മാസം 24-ാം തീയതി രാവിലെ 10:47 കോവിഡ് തീരും. ഇതാരെ പൊട്ടന്മാരാക്കുന്നത്? ഇതാരെയാ ഈ പൊട്ടന്മാരാക്കുന്നത്? ഇതെന്താ മക്കാമിന്റെ ഉറൂസാണ്? ഈ ഒക്ടോബർ 24 തീരുമെന്ന് പറയാൻ ജൂൺ 22-ന് തുടങ്ങി. ഞാൻ കള്ളം പറയുന്നതല്ല. ജൂൺ 22-ന് തുടങ്ങി ഒക്ടോബർ 24-ന് അവസാനിക്കുമെന്ന് പറയാൻ ഏതെങ്കിലും മഹാനായ ശൈഖിന്റെ മക്കാമിന്റെ ഉറൂസല്ലല്ലോ ഇത്. ഇതാരെ പൊട്ടന്മാരാക്കാ നിങ്ങൾ തന്നെ കൂട്ടുന്നത്, നിങ്ങൾ തന്നെ കുറച്ച് കാണിക്കുന്നത്. ഇവിടെ നഷ്ടമാർക്കാർ, കച്ചവടം നടക്കാതെ പാവപ്പെട്ടവന് പട്ടിണിയില്ല, പള്ളികൾ പൂട്ടപ്പെടുന്നു, മതപരമായ വിഷയങ്ങൾ കുട്ടികൾക്ക് കിട്ടാതെ, മതബോധമില്ലാതെ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളിലേക്ക് കുഞ്ഞു മക്കൾ ചേക്കേറുന്നു, ചെറുപ്പക്കാര് വഴിതെറ്റി പോകുന്നു, പെൺകുട്ടികൾ മരിച്ചൊടുങ്ങുന്നു. നിസ്സാരമായ ഇൻസ്റ്റാഗ്രാമിന്റെയും ഫേസ്ബുക്കിന്റെയും സോഷ്യൽ മീഡിയയില് ആ പ്രിയപ്പെട്ട മക്കളുടെ മസ്തിഷ്കത്തെ പണയപ്പെടുത്തിയിട്ട്, തലച്ചോറ് പണയപ്പെടുത്തിയിട്ട് ഇന്നും UAE ഒരു പാവപ്പെട്ട പെൺകുട്ടി ജീവനൊടുക്കി. ഇന്നും മതബോധമില്ല. 2 വർഷം, 2-2.5 കൊല്ലത്തോളം മതബോധം ഇല്ലാതെ നഷ്ടപ്പെട്ടു പോയ ചെറുപ്പക്കാര് നാസ്തികവാദത്തിലേക്ക് ചേക്കേറിയിട്ട് ഇസ്ലാം ആടശ്ശേരിയെ പോലെ, ജാമിദയെ പോലെ, ജബ്ബാർ മാസിനെ പോലെ പിഴച്ചവരായി പോയി. ചിന്തിച്ചു നോക്കൂ, മതത്തിൽ നിന്ന് മാറിപ്പോയി ചെറുപ്പക്കാരികൾ. വീണ്ടും ഇസ്ലാമിക സ്വത്വബോധത്തെ, കച്ചവടക്കാരന്റെ കച്ചവടത്തെ, ജീവിക്കാൻ വകയില്ലാതെ എത്രയോ ടൂറിസ്റ്റ് ബസ് ഉണ്ടായിരുന്ന ആള്, മനോഹരമായ എയർ കണ്ടീഷനുള്ള ടൂറിസ്റ്റ് ബസ്സുകൾ അവസാനം പണടയ്ക്കാനില്ലാത്തതിന്റെ പേരിൽ ഒരു ക്രൈസ്തവ സഹോദരനാണ് അതെല്ലാം തൂക്കി ആക്രിക്ക് വിറ്റു. എത്രയോ ആളുകൾ ആത്മഹത്യ ചെയ്തു. ജീവിക്കാൻ നിവർത്തിയില്ല. എന്നിട്ട് അവർക്ക് ഇഷ്ടത്തിന് കൂട്ടുന്നു, ഇഷ്ടത്തിന് കുറയ്ക്കുന്നു. മാസ്ക് വിറ്റ കോടികൾ, സാനിറ്റൈസർ വിറ്റ കോടികൾ, വാക്സിൻ വിറ്റ കോടികൾ. ഇത് പറഞ്ഞാൽ സമൂഹത്തിൽ ഒറ്റപ്പെട്ടവൻ ആരെങ്കിലും പറയണ്ടേ? ഒറ്റപ്പെട്ടവൻ ഒരുത്തൻ മതി. അതുകൊണ്ട് പറയുന്നു, ജനങ്ങളെ പൊട്ടന്മാരാക്കരുത്. ഇവിടുത്തെ
ഇവിടുത്തെ ജനജീവിതം സ്തംഭിപ്പിക്കരുത്. വീണ്ടും പറയാണ്, 4ാം തരംഗം വരാൻ പോവാ. മാസങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിക്കാൻ ഇതൊരു കറാമത്തുള്ള വലിയാണോ ഇവരൊക്കെ ഇങ്ങനെ പറയാൻ? അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തെ പറ്റി കൂടുതൽ പറയുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കോവിഡ് വന്നപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത്, എന്തെങ്കിലും മണക്കുന്നുണ്ടോ? ഒന്നും മണക്കാൻ പറ്റുന്നില്ല. അപ്പൊ നിനക്ക് കോവിഡ്, അപ്പൊ നിനക്ക് കോവിഡ്. മണക്കുന്നുണ്ട് എന്തൊക്കെയോ, അപ്പൊ കോവിഡ് അല്ല. അപ്പൊ ഇങ്ങനെയാണ് തീരുമാനിച്ചത്. ഇത് അള്ളാഹു തന്നൊരു കഴിവാ സഹോദരങ്ങളെ, മണക്കാൻ. ഈ മണക്കാനുള്ള കഴിവ് അള്ളാഹു തിരിച്ചെടുത്താൽ ദുരന്തങ്ങൾ എത്രയാ വരിക? സഹോദരി രാവിലെ ഇടയത്താഴം കഴിക്കാൻ, ഒരു നോമ്പ് സമയത്ത് ഇടയത്താഴം കഴിക്കാൻ വേണ്ടിയിട്ട് അവള് വീട്ടിൽ ബെഡ്റൂമിൽ നിന്ന് അവൾ അടുക്കളയിലേക്ക് വന്നു. രാത്രി പോയപ്പോൾ ഗ്യാസ് ഓഫ് ആക്കാൻ വിട്ടുപോയി. ആ ഗ്യാസിൽ നിന്ന് ഗ്യാസ് ലീക്കായി അടുക്കള മുഴുവനും മറഞ്ഞു നിൽക്കുകയാണ്. ആ സമയത്ത് മണക്കാനുള്ള കഴിവ് ആ പെങ്ങൾക്ക് കൊടുത്തില്ല എങ്കിൽ നടക്കുന്ന ദുരന്തം എന്താണ്? വന്ന് തീ കൊളുത്തു, അപ്പോഴേക്ക് പൊട്ടിത്തെറിക്കും. പക്ഷെ അള്ളാഹു അതിന് മണക്കാനുള്ള കഴിവ് കൊടുത്തു, ഹിദായത്ത് കൊടുത്തു. മൂക്കിന് എന്ത് ഗ്യാസ് ലീക്കാവുന്നുണ്ട് തിരിച്ചറിയുന്നു. അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് അവൾ പ്രവേശിക്കുന്നു. ഇത് മനുഷ്യനല്ല കൊടുത്ത കഴിവാണ്. ഇനി 3ാമതൊരു ഹിദായത്തുണ്ട്. അതാണ് ഹിദായത്തുൽ അഖ്ൽ, ബുദ്ധിപരമായ മാർഗദർശനം. അത് മനുഷ്യർക്ക് മാത്രമല്ല കൊടുത്തതാണ്. ഈ പറഞ്ഞ മണം തന്നെ നോക്ക്, അല്ലെങ്കിൽ പോട്ടെ രുചി എടുക്കാം. ഞാൻ ഉദാഹരണം പറയാം. രുചി എടുക്കാം. ഈ രുചി പഞ്ചസാര എടുത്ത് നാവില് വെച്ചപ്പോഴും പറയാ ഭയങ്കര കയ്പ്. ഇത് ബുദ്ധിയുള്ള ഹിദായത്ത് കിട്ടിയ ഒരാളാണെങ്കിൽ ചിന്തിക്കും, ഇത് മധുര പഞ്ചസാരയുടെ പ്രശ്നമല്ല, മറിച്ച് എനിക്ക് പനിയാണ്, അല്ലെങ്കിൽ എനിക്ക് ടെമ്പറേച്ചർ ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് എന്തോ അസുഖമുണ്ട്, അതുകൊണ്ടാണ് നാവിന് രുചി അറിയാത്തത്. മധുരമല്ല, യഥാർത്ഥത്തിൽ കയ്പ് തോന്നിപ്പിക്കുന്നെങ്കിലും ഇത് മധുരം തന്നെയാണ് എന്ന് തോന്നുന്നത് അവൻ അള്ളാഹു കൊടുത്ത ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടാണ്. ഒരു വെള്ളത്തിൽ ഒരു ഹൗദിൽ ഒരു വടി എടുത്തിട്ട് നോക്ക്, ഹൗദൊക്കെ പൂട്ടിയിട്ട് 2.5 കൊല്ലായില്ലേ? വെള്ളം നിറച്ചോ? പിന്നെ ഇപ്പൊ എല്ലാം പൈപ്പാക്കിയിരിക്കുകയാണ്. ഹൗദ് തുറക്കൂല. തുറന്നാ എന്താണെന്നറിയോ? കോവിഡ് അതിന്റെ അടുത്ത് ഉറങ്ങാൻ. ഹൗദിനകത്ത് കോവിഡ് ഉറങ്ങാൻ. ഹൗദെങ്ങാനും തുറന്നാൽ തീർന്നില്ലേ? അസുഖം വീണ്ടും പരക്കും. അതുകൊണ്ട് പള്ളികളുടെ ഹൗദൊക്കെ ഇപ്പൊ വേറെ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടിരിക്കാൻ. ഹൗദിൽ മാത്രം ഉറങ്ങുന്ന ചില കോവിഡുകളുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ടാങ്കിൽ ഒരു കമ്പെടുത്തിട്ട് നോക്കൊരു വടി. നമ്മൾ നോക്കുമ്പോ വടി ഇങ്ങനെ പാമ്പ് പോലെ വളഞ്ഞു കിടക്കുന്നത്. നമ്മൾ ആരും ചിന്തിക്കുന്നുണ്ടോ അത് വളഞ്ഞ വടിയാണെന്ന്? അല്ല, അവന് ബുദ്ധി കൊടുത്തിട്ടുണ്ട്. ഇത് വെള്ളത്തിട്ടപ്പോഴും വളഞ്ഞതാണ്, എടുത്താൽ അത് കൃത്യമായി നിവർന്നു തന്നെ നിൽക്കും. ഇത് ബുദ്ധിപരമായ ഹിദായത്താണ്. നമുക്ക് ഈ 3 ചർച്ചയും വേണ്ട. 4ാമതൊരു ഹിദായത്തുണ്ട്. ആ ഹിദായത്താണ് മഹാനായ അബൂനാ അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള 1.25 ലക്ഷത്തോളം വരുന്ന പുണ്യ പ്രവാചകന്മാരിലൂടെ അല്ലാഹു തആല ലോകത്തിന് നൽകിയ ആ ഹിദായത്ത് ഏതാണ്? ഹിദായത്തുൽ വഹീ. വഹീന്റെ ഹിദായത്താണ്, വഹീന്റെ മാർഗദർശനമാണ്. അതാണ് നമ്മോട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, നിങ്ങൾ പന്നിയിറച്ചി തിന്നല്ലേ. അത് ഹിദായത്തുൽ വഹിയാണ്. അത് ബുദ്ധി വെച്ച് നോക്കുമ്പോ ചിന്തിക്കാൻ പറ്റൂല. ബുദ്ധി വെച്ച് ചിന്തിക്കുമ്പോ നമ്മൾ പറയും പോത്തുപോലെയല്ലടോ പന്നി, പിന്നെന്താ പ്രശ്നമെന്ന്. എടോ, അത് അള്ളാഹു ഹിദായത്തുൽ വഹിയിലൂടെ ആ ലോകത്ത് പഠിപ്പിച്ചത്. അള്ളാഹുവിന്റെ പ്രവാചകൻ അറിയിച്ചു കൊടുത്തു പന്നി ഇറച്ചി നിഷിദ്ധമാണെന്ന്. കള്ള് കുടിക്കുക. അപ്പോ ചോദിക്കും, മുന്തിരി ജ്യൂസ് കുടിക്കാറുണ്ടല്ലോ, പിന്നെ എന്താ മുന്തിരിയിൽ നിർമ്മിക്കുന്ന കള്ള് കുടിച്ച പ്രശ്നമെന്ന്. അവിടെ അള്ളാഹു നിനക്ക് തന്ന ഹിദായത്തുൽ അഖ്ലല്ല പൊന്നുമോനെ. അവിടെ ബുദ്ധി വെച്ച് നീ ചിന്തിക്കണ്ട. അവിടെ നിനക്ക് അല്ലാഹു കള്ള് കുടിക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനിലൂടെ നിനക്ക് അറിയിച്ചു തന്നത് ഹിദായത്തുൽ വഹിയാണ്. അല്ലാഹുവിന്റെ സന്ദേശമാണ്, അല്ലാഹുവിന്റെ സന്ദേശമാണ്. അതുകൊണ്ട് മുസ്ലിം സഹോദരാ, പ്രവാചകൻ എന്താണോ നിന്നോട് കൽപ്പിച്ചത്, പ്രവാചകൻ എന്താണോ പെങ്ങളെ നിന്നോട് കൽപ്പിച്ചത്, നീ ഹിജാബ് ധരിക്കണമെന്നാണ് നിന്റെ ഹബീബ് നിന്നെ പഠിപ്പിച്ചത്. നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കുക, നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കുക. യാ അയ്യുഹൻ നബിയു ഖുൽ ലിഅസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ. നബിയെ, ഓ പ്രവാചകരെ, ഓ ഹബീബായ നബിയെ, ഖുൽ അങ്ങ് പറയണം. ആരോടാ? ലിഅസ്വാജിക, അങ്ങയുടെ ഭാര്യമാരോട്. അങ്ങയുടെ പ്രിയപ്പെട്ട ഭാര്യമാരുണ്ടല്ലോ. വഫാത്തിൽ മുസ്തഫ ഖൈറിന ഫഖ്തറന നബിയൽ
മുഖ്തഫാ ആയിഷത്തുൻ വഹഫ്സത്തുൻ വസൗദാ സഫിയ്യത്തുൻ മൈമൂനത്തുൻ വറംലാ ഹിന്ദുൻ വസൈനബുൻ കദാ ജുവൈരിയാ ലിൽമുഅ്മിനീന ഉമ്മഹാത്തും മർളിയാ. ലോകത്തുള്ള വിശ്വാസികളുടെ മാതൃത്വം അവകാശപ്പെടുന്നവരെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട മണവാട്ടിമാരെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ഭാര്യമാരോട് അങ്ങ് പറയണം നബിയേ, പോരാ വബനാതിക അങ്ങയുടെ പെണ്ണുമക്കളോട്, അങ്ങയുടെ പൊന്നുമക്കളോട്, അങ്ങയുടെ പെൺമക്കളോട് പറയണം നബിയേ, പോരാ അങ്ങ് കാസർഗോഡ് ജില്ലയില് ഇന്ത്യ ഏഷ്യ ഭൂഖണ്ഡത്തിലെ ഇന്ത്യ മഹാരാജ്യത്തെ കേരള സംസ്ഥാനത്തിലെ കാസർഗോഡ് ജില്ലയിലെ ഈ തെക്കിൽ എന്ന് പറയുന്ന പ്രദേശത്തുള്ള പെണ്ണുങ്ങളോടും അങ്ങ് പറയണം നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് ഈ പറയപ്പെടുന്ന പെണ്ണുങ്ങളോടും പറഞ്ഞു, എന്താ യുദ്നീന അലൈഹിന്ന മിന ജലാബീബിഹിൻ, അവരുടെ മൂടുപടം അവർ താഴ്ത്തിയിട്ട് കൊള്ളട്ടെ. അവരുടെ ശരീരത്തിൽ മറ്റുള്ള പെണ്ണുങ്ങളെ പോലെ നടക്കാനുള്ളവരല്ല മുസ്ലിം പെണ്ണുങ്ങള്. പിന്നെയോ അള്ളാഹുവിന്റെ റസൂൽ അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, അള്ളാഹു വഴി കിട്ടിയ വഹയിന്റെ സന്ദേശം കൊടുത്തിട്ടുണ്ട്. എന്താണ്? അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നിങ്ങൾ മൂടുപടം അണിഞ്ഞുകൊള്ളട്ടെ, ഹിജാബ് ധരിച്ചു കൊള്ളട്ടെ, അവര് മാന്യമായി നടന്നുകൊള്ളട്ടെ. എന്തിനു വേണ്ടിയാണ്? അത് മുസ്ലിം പെണ്ണിന്റെ ഐഡന്റിറ്റിയാണ്, അത് മുസ്ലിം പെണ്ണിന്റെ ഐഡന്റിറ്റിയാണ്. ഒരു പെണ്ണും അത് കാരണം പീഡിപ്പിക്കപ്പെടൂല. ഈ കണക്കിന് വിശുദ്ധമായ ഖുർആൻ നമ്മോട് പ്രഖ്യാപിക്കുമ്പോ, ഒരു പെണ്ണ് ഹിജാബ് അഴിച്ചു വെച്ചിട്ട് താന്തോന്നിയായിട്ട് നടന്ന പൊന്നാരമോളെ, കാസർഗോട്ടത്തെ ഏതോ ഒരു മുഹമ്മദ് ഹാജിയുടെ, ഒരു അബ്ദുള്ള ഹാജിയുടെ, അല്ലെങ്കിൽ അബ്ദുറഹ്മാൻ ഹാജിയുടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹാജിയാരുടെ മകളായി ജനിച്ചു എന്നതിൽ അർത്ഥമില്ല മോള്. അല്ലെങ്കിൽ ഏതോ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ താടി വെച്ച തൊപ്പി വെക്കുന്ന നിസ്കാരത്തരമ്പുള്ള ചെറുപ്പക്കാരന്റെ ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മദ്രസയിൽ പഠിക്കാൻ പോകുന്ന പൊന്നുമക്കളുടെ ഉമ്മയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പൊന്നുമോളെ, നിനക്ക് ഹിജാബ് ധരിക്കുന്നത് നാണക്കേടാണോ? എന്നാൽ വഹയിന്റെ ഹിദായത്ത് നിനക്ക് കിട്ടിയിട്ടില്ല. എന്തേ ദിവസവും അല്ലാഹുവിനോട് ഹിദായത്ത് ചോദിച്ചിട്ട് അല്ലാഹ് നിനക്ക് ഖുർആൻ എന്ന ഹിദായത്ത് നിന്റെ കയ്യിൽ തന്നിട്ട് എന്തേ നീ മാന്യമായി വസ്ത്രം ധരിക്കുന്നില്ല? നിനക്കല്ല ഹിദായത്ത് തന്നിട്ടില്ല മോളെ. അതുകൊണ്ട് വഹയിന്റെ സന്ദേശമേതാ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, ലോകം അവസാനിക്കുന്നത് വരെയുള്ള പരിശുദ്ധമായ ഖുർആൻ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ ഉമ്മത്തിന് ഒരു രക്ഷയ്ക്കും വേണ്ടി വേറെങ്ങും പോകണ്ട, സമാധാനത്തിന് വേണ്ടി വേറെങ്ങും പോകണ്ട. അള്ളാഹു നൽകിയ ഹിദായത്ത് മതി സഹോദരങ്ങളെ. ഇനി ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നത് എവിടേക്കെന്നറിയോ? അല്ലാഹു ഒരാൾക്ക് ഹിദായത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ എന്താണ് അവരിൽ നിന്നുണ്ടാകുന്ന ചില പ്രകടനങ്ങൾ എന്നറിയോ? ഇനി നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണേ. വിഷയത്തിന്റെ കാതലായ ഭാഗത്തേക്ക് വരികയാ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ അൻആമിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. അൻആമിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. അധ്യായത്തിന്റെ പേര് അൻആം, നാൽക്കാലികൾ. ഇരുകാലികളാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ നാൽക്കാലികളെ നടത്തം വരുന്ന അധ്യായത്തിൽ അല്ലാഹു പറഞ്ഞ ആ കാര്യം ഉൾക്കൊള്ളി. അല്ലാഹു തൗഫീഖ് തരട്ടെ. രസകരമാണ് വിശുദ്ധ ഖുർആനിന്റെ ഇടപെടൽ. വിശുദ്ധ ഖുർആനിന്റെ ഇടപെടലുകൾ അത്ഭുതമാണ്. ചിന്തിക്കുമ്പോൾ നമുക്ക് വളരെ രസകരവും അത്ഭുതകരവും ആശ്ചര്യകരവും ഒക്കെയാണ് ഖുർആൻ. അല്ലാഹു തആല ഏത് അധ്യായത്തിലാണ് പറഞ്ഞത്? ഇരുകാലികളെ നന്നാക്കാൻ വേണ്ടി അല്ലാഹു പറഞ്ഞത് നാൽക്കാലികളെ നടത്തം പറഞ്ഞ അധ്യായത്തിലാണ്. എന്താണെന്നറിയോ അതിന്റെ കാര്യം? എന്താ സൂചന? ഖുർആൻ തമ്മിൽ ഭയങ്കര ബന്ധമാണ്, ഭയങ്കര ബന്ധമാണ്. ഓരോ അധ്യായങ്ങൾ തമ്മിൽ ബന്ധമുണ്ട്. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു അധ്യായം ഉണ്ടല്ലോ, സൂറത്തുൽ ഫീൽ. അതിൽ പറയുന്നത് എന്താണ്?
അതിനകത്ത് പറയുന്ന എന്താണ്? ആനപ്പടയുമായിട്ട് കഅബാലയത്തെ പൊളിക്കാൻ വേണ്ടി വന്ന അബ്രഹത്തിനെ നശിപ്പിച്ച കഥ പറയുന്നു. എന്നിട്ട് അല്ലാഹു തൊട്ടടുത്ത ഖുറൈശ് എന്ന അധ്യായത്തിൽ അല്ലാഹു തആല പറയുന്നത് ഫൽയഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത്. മുകളിലത്തെ അധ്യായത്തിൽ കഅബ പൊളിക്കാൻ വന്നവന്റെ കഥ പറഞ്ഞു. രണ്ടാമത്തെ അധ്യായത്തിൽ ചേർന്നുള്ള അധ്യായത്തിൽ അല്ലാഹു പറഞ്ഞത് അതുകൊണ്ട് ഈ കഅബാലയത്തിന്റെ നാഥനെ നിങ്ങൾ ആരാധിക്കണമെന്ന് പറഞ്ഞു. ഇനി അത് കഴിഞ്ഞുള്ള അധ്യായം ഏതാ? സൂറത്തുൽ മാഊൻ. എന്താണ് പറയുന്നത്? അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ ലതീം വലാ യഹല്ലു അലാ തുആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊന വയംനഊനൽ മാഊൻ. പരോപകാര സാധനങ്ങൾ തടഞ്ഞു വെക്കുന്നവന് വൈലെന്ന നരകമുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. നിസ്കാരമില്ലാത്തവന് മാത്രമല്ലടോ നരകമുള്ളത്, നോമ്പ് പിടിക്കാത്തവന് മാത്രമല്ല നരകമുള്ളത്, കള്ളു കുടിക്കുന്നവനും പെണ്ണു പിടിക്കുന്നവനും പലിശ ഭോജിക്കും മാത്രമല്ല നരകമുള്ളത്. അപ്പുറത്തെ വീട്ടിലെ ഒരു പാവപ്പെട്ട സഹോദരി വന്നിട്ട് ഈ വീട്ടിലുള്ള പെൺകുട്ടിയോട് ചോദിച്ചു, ഒരു സ്പൂൺ തരുമോ എന്ന്. ആരോ ഗസ്റ്റ് വന്നപ്പോൾ അവർക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്പൂണിന്റെ കുറവുണ്ടായി, അല്ലെങ്കിൽ ഒരു ഗ്ലാസിന്റെ കുറവുണ്ടായി, അല്ലെങ്കിൽ ഒരു പ്ലേറ്റിന്റെ കുറവുണ്ടായി. ആ സ്പൂണോ ഗ്ലാസോ പ്ലേറ്റോ ഇപ്പുറത്തെ വീട്ടിൽ ചെന്ന് കടം ചോദിച്ചു, ഒന്ന് എരവ് ചോദിച്ചു, ഒന്ന് തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഈ വീട്ടിനകത്ത് ഉണ്ടായിട്ട് പോലും ഈ താത്ത പറയുന്നു തരൂല, ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ് മടക്കി വിട്ടാൽ നിന്നെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞത് നിനക്ക് വൈലെന്ന നരകമാണ്. സുബ്ഹാനല്ലാഹ്. ഇത് ഖുർആനാണ്. അപ്പൊ പരോപകാര സാധനങ്ങൾ കൊടുക്കാതെ തടഞ്ഞു വെക്കുന്നവൻ, ഒരു സൂചി, മുഫസ്സിരീങ്ങൾ അതിന് അർത്ഥം, അതിന് വ്യാകരണം കൊടുത്തിട്ടുള്ളത് ഒരു സൂചി, ഒരു പെന്ന്. നമ്മൾ ഏതെങ്കിലുമൊക്കെ സ്ഥാപനത്തിൽ നിൽക്കാൻ ഒന്ന് സൈൻ ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മളെങ്ങനെ ഓരോന്ന് ഫില്ല് ചെയ്തുകൊണ്ട് നിൽക്കാം. അപ്പൊ അപ്പുറത്തൊരു വന്നിട്ട് പറഞ്ഞു, ഞാനത് കൊടുത്താൽ എന്റെ വീട്ടിലേക്കുള്ള വഴി ഒന്ന് റെഡിയാവും, അല്ലെങ്കിൽ എനിക്കൊരു 10-20,000 രൂപ പഞ്ചായത്തിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ താലൂക്ക് ഓഫീസിൽ നിന്ന് കിട്ടും. ഒരു സൈൻ ചെയ്ത് കൊടുക്കണം. ടൈം ഓവറായി, ഒരു സൈൻ ചെയ്തിട്ട് അങ്ങ് തരാൻ കണ്ടില്ലേടാ ഫില്ല് ചെയ്യുന്നത്, നിനക്ക് പേന കുത്തിക്കൊണ്ടൊന്നുകൂടെ 2 രൂപയുടെ പേന വാങ്ങിക്കാൻ പൈസ ഇല്ലേ എന്ന് ചോദിച്ചിട്ട് അവൻ മിടുക്കനാണ്, ഇവൻ ഫില്ല് ചെയ്തുകൊണ്ട് നിൽക്കാൻ. യവനത് കൊടുത്തിട്ട് ഒരു സൈൻ ചെയ്യുന്ന സമയം ഒന്ന് വെയിറ്റ് ചെയ്യാനൊന്ന് ക്ഷമിക്കാനുള്ള മനസ്സില്ലാത്ത യവനെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞത് യംനഊനൽ മാഊൻ, പരോപകാര സാധനങ്ങൾ തടഞ്ഞവനെന്നാണ്. ഒരു മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നടന്ന് കൊടയും പിടിച്ചു പോകുന്നവന്റെ മുമ്പിലേക്ക് കടത്തിണ്ണയിൽ കയറി നിൽക്കുന്ന ഒരു പാവപ്പെട്ടവൻ ചോദിച്ചു, എന്നെ ഒരു ലിഫ്റ്റ് തരുമോ, ഞാനൊന്ന് അല്പം അപ്പുറത്തിറങ്ങാനാ. ആ സമയത്ത് അവനെ കൂടി കൊടയിൽ കയറ്റിക്കൊണ്ട് അപ്പുറത്ത് അവന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോയാൽ അവൻ എത്ര കൂലിയാള കൊടുക്കുന്നത്? കൊടുക്കാതെ കേറ്റാതെ ആ കൊട അവൻ കേറ്റാതെ പോയി കഴിഞ്ഞാൽ യംനഊനൽ മാഊൻ, അവൻ പരോപകാരം തടഞ്ഞു വെച്ചവനാണ്, അവന് രക്ഷപ്പെടാൻ കഴിയില്ല. ഇതാണ് ഖുർആൻ. ഈ മഴ കാത്തു നിൽക്കുന്നവൻ ഹിന്ദുവാകാം, ക്രിസ്ത്യാനിയാകാം, മുസ്ലിം ആകാം, മതമുള്ളവനാകാം, ഇല്ലാത്തവനാകാം. അവിടെ മതത്തിന്റെ അതിർവരമ്പുകൾ ഖുർആൻ പറഞ്ഞില്ല, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ല. ഇതാണ് ദീർഘവീക്ഷണമുള്ള വിശാല മനസ്സുള്ള ഒരു മുഅ്മിൻ. ആ മുഅ്മിനീങ്ങളെ മുഖത്ത് നോക്കിയിട്ട് പറയാ, നിങ്ങൾ തീവ്രവാദികളാ, നിങ്ങൾ വർഗീയവാദികളാ, നിങ്ങൾ അങ്ങനത്തോമാരാ, ഇങ്ങനത്തോമാരാ. ഹിന്ദുക്കൾ പറയില്ല, ക്രിസ്ത്യാനികൾ പറയില്ല, ഹിന്ദുത്വവാദികൾ പറയും. അവർക്ക് മതമില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഈ സൂറത്തുൽ മാഊൻ എന്ന് പറയുന്ന അധ്യായത്തിൽ അല്ലാഹു തആല പരോപകാര സാധനങ്ങൾ കൊടുക്കുന്നതിനെ വിലങ്ങുതടിയാകരുതെന്ന് പറഞ്ഞിട്ട് അടുത്ത അധ്യായം പറഞ്ഞ എന്താണെന്നറിയോ? ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. നബിയേ നിങ്ങൾക്ക് ഹൗദുൽ കൗസർ തന്നു. ഹദീസിൽ കാണാം, ഒരു മനുഷ്യന് ദുനിയാവിൽ കുടിക്കാൻ ഒരു തുള്ളി വെള്ളം നിഷേധിക്കുന്നവർ നാളെ ഹൗദിൽ നിന്ന് വെള്ളം കിട്ടില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മൃഗത്തെ വെള്ളം കൊടുക്കാതെ കെട്ടിയിട്ടാൽ നാളെ അവന് ഹൗദിൽ നിന്ന് വെള്ളം കിട്ടില്ല എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. പിന്നെയുള്ള സൂറത്തിന്റെ പേരെന്താ? ഇടയ്ക്കൊന്നും ഉറങ്ങാതിരിക്കാൻ വേണ്ടി പറയാം, സൂറത്തുൽ കാഫിറൂൻ അല്ലേ? യാ അയ്യുൽ കാഫിറൂൻ ലാ അഅബുദു മാ തഅബുദൂൻ വലാ അൻതും അഅബുദുന മാ അഅബുദു വലാ അന അഅബുദു മാ അഅബദും വലാ അൻതും അഅബുദുന മാ അഅബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. കാഫിരീങ്ങളെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല. നബിയോട് ശത്രുക്കൾ വന്നിട്ട് പറഞ്ഞു, ഒരു കൊല്ലം നീ ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കാം, അടുത്ത ഒരു കൊല്ലം നമുക്ക് നിന്റെ ദൈവത്തെ ആരാധിക്കാം, അടുത്ത കൊല്ലം വീണ്ടും തിരിച്ചാരാധിച്ചാൽ മതി. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ എന്താണ്? യാ അയ്യുൽ കാഫിറു, കാഫിരീങ്ങളെ, ലാ അഅബുദു മാ തഅബുദു, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കൂല. മാ അൻതും അഅബുദുന മാ അഅബുദു, ഞാൻ ആരാധിക്കുന്ന നിങ്ങളും ആരാധിക്കണ്ട.
ഇത് പറഞ്ഞിട്ട് അവസാനം അല്ലാഹു പറയുകയാണ് ലക്കും ദീനുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, വലിയ എനിക്ക് ദീൻ, എന്റെ ദീൻ. ഇത്രയും പറയുമ്പോ അവർക്ക് അവരുടെ മതം, നമുക്ക് നമ്മുടെ മതം എന്ന് പറഞ്ഞാലും അടുത്ത അധ്യായത്തിൽ അല്ലാഹു പറയുന്നു ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹു വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. നബിയെ സംഘമായ ആളുകൾ ഈ മതത്തിലോട്ട് വന്നുകൊണ്ടിരിക്കും. ചുരുക്കത്തിൽ അല്ലാഹുവിന്റെ ഖുർആൻ എല്ലാ അധ്യായങ്ങളും തമ്മിൽ ബന്ധമുണ്ട്.